നമസ്കാരം. സിനിമയെ വെല്ലുന്ന തിരക്കഥയുമായി ഭർത്താവിനെ വകവരുത്താൻ ഇറങ്ങിത്തിരിച്ച ഒരു യുവതിയുടെയും കാമുകന്റെയും കഥയാണ് ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ നിന്നും പുറത്തുവരുന്നത്. തന്റെ ബന്ധത്തിന് തടസ്സമാകുമെന്ന് കണ്ടതോടെ താലി കെട്ടിയവനെ തന്നെ ഇല്ലാതാക്കാൻ 10 ലക്ഷം രൂപയുടെ കൊട്ടേഷൻ നൽകിയ ശില്പ എന്ന യുവതിയും കാമുകൻ നാഗസുധീറും ഇപ്പോൾ അഴികൾക്കുള്ളിലാണ്. കയ്യിലുണ്ടായിരുന്ന 14 പവൻ സ്വർണം പണയം വെച്ചും വിറ്റുമാണ് കൊലപാതകത്തിന് യുവതി പണം കണ്ടെത്തിയത് എന്നതാണ് ഞെട്ടിക്കുന്ന വിവരം. ആന്ധ്രാപ്രദേശിലെ ലിംഗാപുരത്താണ് നാടിനെ നടുക്കിയ ഈ സംഭവം ഉണ്ടാകുന്നത്. ഈശ്വർ റെഡ്ഡിയുടെ ഭാര്യയായ ശില്പയും ജമ്മലമടുഗു സ്വദേശിയായ നാഗസുധീറും തമ്മിലുള്ള പരിചയം അതിവേഗമാണ് വഴിവിട്ട ബന്ധത്തിലേക്ക് മാറിയത്. നാഗസുധീറും വിവാഹിതനായിരുന്നു എന്നതൊന്നും ഇവർക്ക് പ്രശ്നമായിരുന്നില്ല. എന്നാൽ ഭാര്യയുടെ ഈ ചതി ഈശ്വർ റെഡ്ഡി മണത്തറിഞ്ഞതോടെ കഥ മാറി. ബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് അദ്ദേഹം പലതവണ ആവശ്യപ്പെട്ടെങ്കിലും ശില്പ അതൊന്നും ചെവിക്കൊണ്ടില്ല. ഒടുവിൽ ഭർത്താവിനെ ഒഴിവാക്കിയാൽ തങ്ങൾക്ക് സ്വൈര്യമായി ജീവിക്കാമെന്ന് ഇരുവരും തീരുമാനിക്കുകയും ചെയ്തു. 10 ലക്ഷത്തിന്റെ കൊട്ടേഷൻ, 14 പവൻ പണയം വെച്ചു. ഭർത്താവിനെ തീർക്കാൻ ഒരു പ്രൊഫഷണൽ സംഘത്തെ തന്നെ ഇവർ തേടിപ്പിടിച്ചു. ഗുണ്ടാ നേതാവ് വിനയ വഴിയാണ് ഹിന്ദുപൂരിൽ നിന്നുള്ള കൊട്ടേഷൻ സംഘത്തെ ഇവർ സമീപിച്ചത്. 10 ലക്ഷം രൂപയ്ക്കായിരുന്നു ഉറപ്പിച്ചത്. അഡ്വാൻസായി നൽകാൻ പണമില്ലാതിരുന്ന ശില്പ ഒടുവിൽ തന്റെ പക്കലുണ്ടായിരുന്ന 14 പവൻ സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ചും വിറ്റും 5 ലക്ഷം രൂപ സംഘടിപ്പിച്ചു. ബാക്കി തുക കൊലപാതകത്തിനു ശേഷം നൽകാമെന്നായിരുന്നു കരാർ. അങ്ങേയറ്റം ആസൂത്രിതമായിരുന്നു കൊട്ടേഷൻ സംഘത്തിന്റെ നീക്കം. ഈശ്വർ റെഡ്ഡി ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ കാറിടിച്ചു വീഴ്ത്തി അപകട മരണമാക്കി മാറ്റാനായിരുന്നു പ്ലാൻ. ബൈപ്പാസ് റോഡിൽ വെച്ച് ആസൂത്രണം ചെയ്തതുപോലെ കൊട്ടേഷൻ സംഘം ഈശ്വർ റെഡ്ഡിയുടെ ബൈക്കിൽ കാറിടിപ്പിച്ചു. റോഡിൽ തെറിച്ചു വീണ ഈശ്വർ റെഡ്ഡി മരിച്ചെന്നുറപ്പിക്കാൻ സംഘം അടുത്തേക്കെത്തിയെങ്കിലും അപ്രതീക്ഷിതമായി അദ്ദേഹം കുതറിമാറി. ആയുധങ്ങളുമായി സംഘം കുത്താൻ ശ്രമിച്ചെങ്കിലും ഭാഗ്യത്തിന് അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെട്ട് നേരെ ഓടിയെത്തിയത് പോലീസ് സ്റ്റേഷനിലാണ്. ഈശ്വർ റെഡ്ഡി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ തന്ത്രപരമായ നീക്കമാണ് പ്രതികളെ കുടുക്കിയത്. ആദ്യം കൊട്ടേഷൻ സംഘത്തെ പിടികൂടിയ പോലീസ് അവരെ ചോദ്യം ചെയ്തതോടെയാണ് ശില്പയുടെയും നാഗസുധീറിന്റെയും പങ്ക് പുറത്തുവരുന്നത്. താൻ ഏറെ സ്നേഹിച്ച ഭാര്യ തന്നെ കൊലപ്പെടുത്താൻ കൊട്ടേഷൻ നൽകിയെന്ന വിവരമറിഞ്ഞ ഈശ്വർ റെഡ്ഡി നടുക്കത്തിലാണ്. നിലവിൽ ശില്പയെയും നാഗസുധീറിനെയും കൊട്ടേഷൻ സംഘാംഗങ്ങളെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പരസ്ത്രീ പരപുരുഷ ബന്ധങ്ങൾ എങ്ങനെയൊക്കെ കൊടും ക്രൂരതകളിലേക്ക് വഴിമാറുന്നു എന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമായി മാറുകയാണ് ഈ സംഭവം.